بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ونشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله اللهم صل وسلم وبارك على حبيبك الأعظم وعلى آل وأصحاب حبيبك الأعظم بعدد كل معلوم لك أما بعد ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ, നാം മൗലിദുൽ ഹുസ്നൈനിയുടെ 20-ാം അധ്യായത്തിലാണ് ഉള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുപത്നിമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ കുറിച്ചാണ് നാം കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പറഞ്ഞത്. ഇനിയും 1-2 ഭാര്യമാരെ കുറിച്ച് പറയാനുണ്ട്. അതിനു മുമ്പായി ഇനിയൊരു പദ്യമാണുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വൈവാഹിക ജീവിതത്തെക്കുറിച്ച്, ബഹുഭാര്യത്വത്തെക്കുറിച്ച് ആധുനിക വിമർശകർ അല്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന ഭൗതികവാദികൾ തിരുനബിയുടെ ബഹുഭാര്യത്വത്തെ വളരെയധികം വിമർശിക്കുകയുണ്ടായി. ആ പശ്ചാത്തലത്തിലാണ് ഈ കവിത വരുന്നത്. യാ റബ്ബി സ്വല്ലി അലൻ നബിയ്യി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. നാളെ നരകത്തിൽ നിന്ന് എല്ലാ സൃഷ്ടികളെയും രക്ഷപ്പെടുത്താൻ അവകാശപ്പെട്ട എല്ലാ സൃഷ്ടികളെയും രക്ഷപ്പെടുത്താനുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു അവൻ്റെ പ്രകീർത്തനങ്ങൾ നൽകട്ടെ. ഹുസാദു ത്വാഹൽ മുസ്തഫ ഷഹിദു ലഹു ബിഅഫാഫിഹി മാ അബഹുൽ അദാഉ. ഇന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുഭാര്യത്വത്തെ വിമർശിക്കുന്നവരെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അസൂയ വെച്ച അവിടുത്തെ ശത്രുക്കളായിരുന്ന അറബികൾ, അസൂയാലുക്കളായ ശത്രുക്കളായ ഖുറൈശികൾ, അവർ ഒരിക്കലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരിത്ര വിശുദ്ധിയെ ചോദ്യം ചെയ്തിട്ടില്ല. അവരെല്ലാവരും അവിടുത്തെ ഷഹീദു ബി അഫാഫിഹി, അസൂയാലുക്കളായ ശത്രുക്കൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരിത്ര വിശുദ്ധിക്ക് അവർ സാക്ഷിയാകുകയാണ് ചെയ്തത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചാരിത്ര ശുദ്ധിയുണ്ട് എന്നതിന് അവരെല്ലാവരും സാക്ഷിയാണ്. മാ അബഹുൽ അദാഉ, അവിഷയകമായി ഒരിക്കലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ ശത്രുക്കൾ പോലും മോശമാക്കി ചിത്രീകരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇന്ന് ജീവിക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ സാക്ഷിയാവാത്ത, ആ ചരിത്രം കാണാൻ കഴിയാത്ത ഇന്നുള്ള ആളുകൾ എങ്ങനെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുഭാര്യത്വത്തെ വിമർശിക്കും? മുഹമ്മദ് നബി വികാരജീവിയായിരുന്നു എന്നും മറ്റും പറഞ്ഞുകൊണ്ട് എങ്ങനെ ആക്ഷേപിക്കും? മാ വന്നുക്കും ബിഫതൻ തസവ്വജ സയ്യിബ ഫിൽ അർബഈന വഹൗലഹുൽ അദ്റാഉ. മാ വന്നുക്കും ബിഫതൻ തസവ്വജ സയ്യിബ, എന്താണ് നിങ്ങളുടെ വിചാരം ബിഫതൻ, ഒരു യുവാവിനെ കുറിച്ച്, തസവ്വജ സയ്യിബൻ ഫിൽ അർബഈന വഹൗലഹുൽ അദ്റാഉ, തനിക്കു ചുറ്റും കന്യകളുണ്ടായിരിക്കെ തന്നെ വിവാഹം ചെയ്യാൻ സമ്മതിക്കുന്ന, തനിക്കു ചുറ്റും കന്യകളുണ്ടായിരിക്കെ തന്നെ അകന്യയായ ഖദീജ ബീവി, 40 വയസ്സുള്ള ഖദീജ ബീവിയെ വിവാഹം ചെയ്ത ഒരു യുവാവിനെ കുറിച്ച് നിങ്ങൾ എന്താണ് പറഞ്ഞുണ്ടാക്കുന്നത്? തിരുനബിയുടെ യൗവനത്തിൽ ഒരു അകന്യയായ 40 വയസ്സുള്ള ഭാര്യയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചത്. വതസവ്വജൽ അഅദാദ ഇദ് മാ ജാവസൽ 50 ഇദ് നാബശബാബ അയാഉ. പിന്നെയോ വതസവ്വജൽ അഅദാദ ഇദ് മാ ജാവസൽ 50, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 50 വയസ്സ് വിട്ടുകടക്കുമ്പോഴാണ് ബഹുഭാര്യത്വം സ്വീകരിക്കുന്നത്. തിരുനബിക്ക് ഒന്നിലധികം ഭാര്യമാർ ഒരേ സമയത്ത് ഉണ്ടാകുന്നത് 50 വയസ്സ് കഴിയുമ്പോഴാണ്. അതായത് ഇത് നാബ ഷബാബ അയാവു, അവിടുത്തെ യൗവനം ക്ഷയിച്ച സന്ദർഭം,
അവിടുത്തെ യൗവനത്തിന് ക്ഷയം സംഭവിച്ച, ബലഹീനത സംഭവിച്ച സന്ദർഭമാണ്, പ്രായമാണ് ആ പ്രായം. അപ്രായത്തിലാണ് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുഭാരത്വം സ്വീകരിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? ഹത്താ യഖുംന ബിനശ്രി തഅലീമാതിഹി ലിദ്ദീനി ഹത്താ ശഅത്തിൽ അംബാഉ. നമ്മൾ നേരത്തെ വിശദീകരിച്ചു. ഹത്താ യഖുംന ബിനശ്രി തഅലീമാതിഹി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതാധ്യാപനങ്ങൾ അവർ ലോകത്ത് എല്ലായിടത്തും പ്രചരിപ്പിക്കുവാൻ വേണ്ടി, പ്രചരിപ്പിക്കുന്നതിൽ വ്യാപൃതരാകാൻ വേണ്ടിയാണ്. ആ ഒരു സതുദ്ദേശ്യമാണ് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നത്. ആ സതുദ്ദേശ്യം അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷാത്കരിക്കുകയും ചെയ്തു, അത് ഫലപ്പെടുകയും ചെയ്തു. ഹത്താ ശഅത്തിൽ അംബാഉ. അങ്ങനെ പ്രവാചക ചരിതങ്ങൾ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള എല്ലാ, തിരുനബിയുടെ ജീവിതത്തിൻ്റെ എല്ലാ വ്യാഖ്യാനങ്ങളും ലോകത്ത് എമ്പാടും അത് പരക്കുകയും ലോകമെല്ലാം അറിയുകയും ചെയ്തു. അതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒന്നിലധികം ഒരേ സമയത്ത് തന്നെ 9 ഭാര്യമാരും ഒക്കെ ഉണ്ടാവാൻ കാരണം. ആയിഷത്തുൻ ഫാഖത് ബിലുബ്ബിൻ ഗൈറഹാ ഹാല സ്വിബാമാ ഫാതഹുന്ന ദകാഉ. ഒരിക്കൽ കേരളത്തുള്ള ഒരു മുത്തശ്ശി പത്രം, ആ പത്രം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ വിവാഹം ചെയ്തതിനെ സംബന്ധിച്ച് അധിക്ഷേപിച്ച് ആ പത്രത്തിൽ കുറിക്കുകയുണ്ടായി. അന്നേരമാണ് ഈ കവിത പുറപ്പെടുന്നത്. അതിന് മറുപടിയായി ധാരാളം വരികളുള്ള വലിയൊരു കവിതയുടെ ചെറിയൊരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ കവിതയിലുള്ള പ്രധാനപ്പെട്ട ആ വേണ്ടാത്ത വിമർശനം കുറിച്ചു വെച്ച വ്യക്തികളെയും ആ പത്രത്തിൻ്റെ എഡിറ്ററെയും ഒക്കെ എടുത്തു പറയുന്ന വരികളുണ്ട്. ആ വരികൾ ഇവിടെ കൊടുത്തിട്ടില്ല. ആയിഷത്തുൻ ഫാഖത് ബിലുബ്ബിൻ ഗൈറഹാ ഹാല സ്വിബാമാ ഫാതഹുന്ന ദകാഉ. ആയിഷത്തുൻ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഫാഖത് ബിലുബ്ബിൻ ഗൈറഹാ, മറ്റുള്ള ഭാര്യമാരെക്കാളെല്ലാം തൻ്റെ ദിഷണ കൊണ്ട് മറ്റുള്ള ഭാര്യമാരെക്കാൾ മുന്നേറിയ ആളാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അതാണ് ആ പത്രത്തിനുള്ള മറുപടി. ഹാലസ്വ, ശൈശവത്തിൽ തന്നെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ശൈശവത്തിൽ തന്നെ മറ്റു ഭാര്യമാരെക്കാൾ ബുദ്ധിയിൽ മികച്ചു നിന്ന ആളായിരുന്നു. അതാണ് ആയിഷ ബീവിയെ ശൈശവത്തിൽ തന്നെ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യാൻ കാരണം. അത് വിശദമായി നാം നേരത്തെ മൗലിദുൽ ഹുസ്നൈനിയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ 20-ാം അധ്യായത്തിൽ തന്നെ മാ ഫാതഹുന്ന ദകാഉ, മറ്റു ഭാര്യമാർക്കൊന്നും ബുദ്ധി കൂർമ്മതയിൽ കുറവില്ല. ബുദ്ധി കൂർമ്മത മറ്റുള്ള ഭാര്യമാർക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, അവർക്കെല്ലാം ബുദ്ധി കൂർമ്മതയുണ്ട്. പക്ഷേ അവരെക്കാളെല്ലാം ഒരു സ്റ്റെപ്പ് മുന്നിലാണ് സയ്യിദത്തുന വ ഉമ്മുന ആയിഷത്തു റളിയല്ലാഹു തആല അൻഹ. ഉന്നൽ മറാജിഉ ഫീ തഫഹുമി ഹാലിഹി ഫി സിർരി മിന്നാ സജ്ജലൽ ഉലമാഉ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് യുവതിയാണ്, അധികം പ്രായമായിട്ടില്ല ആയിഷ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് 18 വയസ്സോളമായിട്ടുള്ളൂ മുത്തുനബി വഫാത്താകുന്ന സമയത്ത്. ആ ആയിഷ ബീവി അടുത്തേക്കാണ് സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും, പ്രഗത്ഭരായ സ്വഹാബിമാർ, സ്ത്രീകളും പുരുഷന്മാരുമായ സ്വഹാബിമാർ ഒരു വിഷയത്തിൽ സംശയമുണ്ടായാൽ തീരുമാനമാക്കാൻ വേണ്ടി ആയിഷ ബീവിയെ സമീപിക്കുന്നു. ആയിഷ ബീവിയുടെ അടുത്തേക്ക് എങ്ങനെയാണ് വരുന്നത്? വലിയ ആദരവിലും ബഹുമാനത്തിലുമാണ് വരുന്നത്. ആയിഷ ബീവി വലിയ പണ്ഡിതയാണ്. മാത്രമല്ല ഖുർആൻ പറഞ്ഞത് വഅസ്വാജുഹു ഉമ്മഹാത്തുഹും, മുത്തുനബിയുടെ ഭാര്യമാർ മുഅ്മിനീങ്ങൾക്കെല്ലാവർക്കും ഉമ്മയാണ്. അവിടെ പ്രായം നോക്കേണ്ട ആവശ്യമില്ല. സ്വഹാബത്തെല്ലാം ആയിഷ ബീവിയെ സമീപിക്കുമ്പോൾ 18 വയസ്സുള്ള ആയിഷ ബീവിയുടെ അടുത്തേക്ക് വരുന്നത് 50, 60, 70 വയസ്സുള്ള സ്വഹാബിമാരാണ്. അവർ വരുമ്പോൾ വിളിക്കുന്നത് യാ ഉമ്മ എന്നാ വിളിക്കുന്നത്. ഉമ്മ, ഞങ്ങൾക്കൊരു സംശയമുണ്ട്. ആയിഷ ബീവി
ചോദിക്കുന്ന സംശയങ്ങൾക്കൊക്കെ മറുപടി നൽകുന്നു. കണ്ടില്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മിഅ്റാജിൻ്റെ രാത്രി അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ ദർശിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന ചർച്ചയിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നല്ല പാണ്ഡിത്യമാണ് അവിടെ പ്രകടിപ്പിച്ചത്. അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅ്സ് ഷരീഫിലുള്ള തൻ്റെ മുഖത്തുള്ള കണ്ണുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ദർശിച്ചു ലൈലത്തുൽ മിഅ്റാജിൽ എന്നാണ് ഒരു പറ്റം സ്വഹാബത്ത് പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അടക്കമുള്ള ഒരു പറ്റം സ്വഹാബത്ത് അങ്ങനെയാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ആയിഷ ബീവി പറഞ്ഞത് ഖുഫ ഷഅരി, എൻ്റെ രോമം എടുത്തു പിടിക്കുന്നു നിങ്ങൾ ആ പറയുന്ന വാക്ക് കേട്ടിട്ട്. അള്ളാഹുവിനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തുള്ള കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറയുന്നത് കേട്ടിട്ട് എനിക്ക് ഭയം വരുന്നു. അള്ളാഹുവിനെ എങ്ങനെയാണ് പൂർണ്ണ അർത്ഥത്തിൽ അള്ളാഹുവിനെ എങ്ങനെ കാണാൻ കഴിയും? ലാ തുദ്രിക്കുഹുൽ അബ്സാർ. വിശുദ്ധ ഖുർആൻ ആയിഷ ബീവി ഓതി കേൾപ്പിക്കുകയാണ്. ലാ തുദ്രിക്കുഹുൽ അബ്സാർ, പൂർണ്ണമായി അള്ളാഹുവിനെ കാണാൻ കഴിയില്ല. വഹുവ യുദ്രിക്കുൽ അബ്സാർ, അള്ളാഹുവിനെ എല്ലാവരും കാണാൻ കഴിയും, അതേ രൂപത്തിൽ അള്ളാഹുവിനെ കാണാൻ കഴിയൂല എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. വാസ്തവത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ ലൈലത്തുൽ മിഅ്റാജിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തുള്ള കണ്ണുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പ്രാദുർഭാവം കണ്ടിട്ടില്ല എന്ന് ആയിഷ ബീവി പറയുന്നില്ല. മറിച്ച് അള്ളാഹിനെ കണ്ടു എന്നൊരാൾ പറയുമ്പോൾ നേരെ മനസ്സിലാവുക അല്ലെങ്കിൽ പിൻകാലത്ത് അതിനെ മനസ്സിലാക്കപ്പെടുക അള്ളാഹുവിനെ നേരെ പ്രാദുർഭാവമല്ലാതെ അള്ളാഹുവിനെ പൂർണ്ണമായി കണ്ടു എന്നാണ്. അങ്ങനെ ആയിഷ ബീവിയുടെ ബുദ്ധിയാണത്, ആയിഷ ബീവിയുടെ പാണ്ഡിത്യവും മികവുമാണത്. അങ്ങനെ ഒരിക്കലും മുസ്ലിം ലോകം വിചാരിച്ചുകൂടാ അള്ളാഹുവിനെ പൂർണ്ണാർത്ഥത്തിൽ കാണാൻ കഴിയുമെന്ന്. കാരണം ഖുർആൻ പറഞ്ഞ സത്യത്തിന് വിരുദ്ധമാണത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിൻ്റെ രാത്രി അള്ളാഹുവിനെ കണ്ടു എന്നങ്ങ് പാസ്സാക്കിയാൽ, അങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടാൽ വിശുദ്ധ ഖുർആനെതിരാണത്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അള്ളാഹുവിനെ പൂർണ്ണാർത്ഥത്തിൽ കാണുകയില്ല എന്നാണ്. അതേസമയത്ത് മുഅ്മിനീങ്ങളെല്ലാം സ്വർഗത്തിൽ അള്ളാഹുവിനെ കാണും, ദർശിക്കും. വിശുദ്ധ ഹദീസിൽ വന്നിട്ടുണ്ട്, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദ്രി. പൂർണ്ണചന്ദ്രനെ കാണുന്നത് പോലെ നിങ്ങൾ അള്ളാഹുവിനെ കാണും. പറഞ്ഞിട്ട് അള്ളാഹുവിനെ പൂർണ്ണ രൂപത്തിൽ കാണുമെന്നല്ല, പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹുവിനെ കാണുമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പൂർണ്ണചന്ദ്രൻ നിങ്ങൾ കാണലെങ്ങനെ? പൂർണ്ണചന്ദ്രൻ ആകാശത്തുണ്ടെങ്കിൽ ആര് ആകാശത്തേക്ക് എവിടെ വെച്ച് നോക്കിയാലും ആ ചക്രവാളത്തിൽ യാതൊരു തടവില്ലാതെ പൂർണ്ണചന്ദ്രനെ കാണാൻ കഴിയും. എന്നതുപോലെ നിങ്ങൾക്ക് യാതൊരു തടവുമില്ലാതെ എല്ലാവർക്കും, ചെറിയവനും വലിയവനും ഒക്കെ അള്ളാഹുവിനെ കാണാൻ കഴിയും. പക്ഷെ അള്ളാഹുവിനെ സ്വർഗത്തിൽ കാണുന്നത് പൂർണ്ണാർത്ഥത്തിലാണെന്ന് ഒരിക്കലും വിചാരിച്ചുകൂടാ. പൂർണ്ണാർത്ഥത്തിൽ ആർക്കും അള്ളാഹുവിനെ സ്വർഗത്തിലും എവിടെയും കാണാൻ കഴിയില്ല. അതാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത് ലാ തുദ്രിക്കുഹുൽ അബ്സാർ. അതുകൊണ്ട് അള്ളാഹുവിനെ കണ്ടു എന്ന് പറഞ്ഞത്, കണ്ടു കാണും എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ നമുക്ക് താങ്ങാൻ കഴിയുന്ന ഡോസിൽ അള്ളാഹുവിൻ്റെ പ്രാദുർഭാവം കാണാൻ കഴിയുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ ഒരു വലിയ ഇൽമ്, ജ്ഞാനം ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും അടുത്ത, മുത്തുനബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയും ഏറ്റവും അടുത്ത് പെരുമാറിയ ഭാര്യയുമായതുകൊണ്ടാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് ആ മഅരിഫത്ത്, അത് മഅരിഫത്ത, ആ ദിവ്യജ്ഞാനവും ആ തൻ്റെ ഇടവും ആയിഷ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായത്. ആയിഷ ബീവി ഒരിക്കലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിൻ്റെ രാത്രി മുഖത്തുള്ള കണ്ണുകൊണ്ട് പ്രാദുർഭാവം ദർശിച്ചിട്ടില്ല എന്ന് നിഷേധിക്കുന്നില്ല, എന്ന് പറഞ്ഞിട്ടില്ല. അതുണ്ട്, ശരി തന്നെ. പക്ഷേ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ അന്ന് കണ്ടു എന്ന് പറയുമ്പോൾ നേരെ തോന്നുക അള്ളാഹുവിനെ പൂർണ്ണമായി കണ്ടു എന്നാണ്. അത് വന്നുകൂടാ എന്നാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതിൻ്റെ അർത്ഥം. അതൊരു പണ്ഡിതൻ്റെ അല്ലെങ്കിൽ ഒരു പാണ്ഡിത്യമുള്ള വ്യക്തിയുടെ ഇടപെടലാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നടത്തിയത്. ഉന്നൽ മറാജിഉ ഫീ തഫഹുമി ഹാലിഹി.
ആയിഷ ബീവിയും മറ്റു ഭാര്യമാരും അടക്കമുള്ള തിരുപത്നിമാരാണ് ഫീ തഫഹുമി ഹാലിഹി ഫിസ്സിരി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യത്തിലുള്ള അവസ്ഥകളെ, സീക്രട്ടായ അവസ്ഥകളെ മനസ്സിലാക്കി തരുന്നതിൽ അവലംബങ്ങൾ, അവരാണ് അവലംബം. കാരണം ഭാര്യമാർ മറ്റുള്ള ഒരു വ്യക്തിയും തിരുനബിയുമായി അടുത്തുകൂടാത്ത സന്ദർഭങ്ങളിൽ, സമയങ്ങളിൽ ഭാര്യമാർ തിരുനബിയുമായി അടുത്തുകൂടും. മിൻഹാ സജ്ജലൽ ഉലമാഉ, അങ്ങനെയാണ് തിരുനബിയുടെ രഹസ്യ ജീവിതം, വൈവാഹിക ജീവിതത്തെക്കുറിച്ചും രഹസ്യ ജീവിതങ്ങളെക്കുറിച്ചും രഹസ്യ ഇടപെടലുകളെക്കുറിച്ചുമൊക്കെ ഭാര്യമാരുമായുള്ള ബന്ധങ്ങളെക്കുറിച്ചുമെല്ലാം ലോകത്തിനിക്ക് അത് സംബന്ധിയായ അറിവുകൾ രേഖപ്പെടുത്തി വച്ചത്. ഇങ്ങനെ ഒന്നിലധികം ഭാര്യമാർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എങ്കിൽ തിരുനബിയുടെ വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട പല രഹസ്യങ്ങളും, അല്ലെങ്കിൽ തിരുനബിയുടെ സ്വകാര്യ ജീവിതത്തിലെ പല അവസ്ഥകളും അവിടെ മുസ്ലിം എന്തു ചെയ്യണമെന്നതിനെക്കുറിച്ച് തീരുമാനം അറിയപ്പെടില്ലായിരുന്നു. മാ ഫീ ഹയാതി നബിയിനാ മിൻ വസ്മതി വൽ വാസിമൂന ബികുൻഹിഹി ജുഹലാഉ. ചുരുക്കി പറയട്ടെ, മാ ഫീ ഹയാതി നബിയിനാ മിൻ വസ്മതി, നമ്മുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ നബിയുടെ ജീവിതത്തിൽ യാതൊരു ബോർണസുമില്ല, യാതൊരു ഐബും പറയാനില്ല, ഒരു കുറവും പറയാനില്ല. വൽ വാസിമൂന, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറവാക്കി കാണുന്നവർ, മുത്തനബിയെ വിമർശിക്കുന്നവർ, ബികുൻഹിഹി ജുഹലാഉ, മുത്തനബിയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തവരാണ്, അവിടുത്തെ ചരിത്രത്തെ മനസ്സിലാക്കാത്തവരാണ്, അവിടുത്തെ ജീവിതത്തെ ഉൾക്കൊള്ളാത്തവരാണ്. ഹാതു മസീലൻ ഖൗലുഹു വഫഅലുഹു ബൽ സുംതുഹു അലമുൽ ഹുദാ വശിഫാഉ. ഹാതു മസീലൻ, ഓ വിമർശകരെ നിങ്ങൾ കൊണ്ടുവരൂ ഒരു തുല്യനെ. ഖൗലുഹു വഫഅലുഹു, അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവൃത്തികളും, ബൽ സുംതുഹു എന്ന് വെക്കേണ്ട ആ വ്യക്തിയുടെ മൗനാനുവാദങ്ങളും, മൗനം വരെ അലമുൽ ഹുദാ, അത് സന്മാർഗ ദർശനങ്ങളാണ്. വശിഫാഉ, അത് പ്രശ്നത്തിനുള്ള പരിഹാരങ്ങളുമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കും പ്രവൃത്തിയും തിരുനബിയുടെ മൗനങ്ങളും എല്ലാം ദീനുൽ ഇസ്ലാമിൽ ദർശനമാണ്, തെളിവാണ്. ഒരു വ്യക്തി എന്തോ പറഞ്ഞു അല്ലെങ്കിൽ എന്തോ ചെയ്തു, അത് തിരുനബി അറിഞ്ഞു, അദ്ദേഹത്തോട് തിരുനബി ഒന്നും പറഞ്ഞില്ല, തിരുനബി അത് അന്നേരം മൗനം ദീക്ഷിക്കുകയാണ് ചെയ്തത് എങ്കിൽ അതിനർത്ഥം അദ്ദേഹത്തിന് അങ്ങനെ പറയാം, അങ്ങനെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തിരുനബിയുടെ മൗനം വരെ ദീനുൽ ഇസ്ലാമിൽ ദർശനമാണ്, തെളിവാണ്. അങ്ങനത്തെ ഒരു വ്യക്തി ആരുണ്ട് ലോകത്ത്? ആരുമില്ല. ശംസുൻ നുബുവത്തി വസ്സആദതി വൽ ഹുദാ ഫിൽ കൗനി മിൻഹാ നാറത്തിൽ അൽവാഉ. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശംസുൻ നുബുവത്തി, അവിടുന്ന് പ്രവാചകത്വത്തിൻ്റെ സൂര്യനാണ്, സൂര്യ തേജസ്സാണ്. വസ്സആദതി, സകല വിജയത്തിൻ്റെയും, വൽഹുദാ, ദർശനത്തിൻ്റെയും സൂര്യനാണ്. ഫിൽ കൗനി മിൻഹാ, ഫിൽ കൗനി, ലോകത്തുള്ള നല്ല ദർശനത്തിനും വിജയത്തിനും പ്രവാചകത്വത്തിനുമെല്ലാം ഉള്ള സൂര്യനാണ്. മിൻഹാ നാറത്തിൽ അൽവാഉ, ആ സൂര്യനിൽ നിന്നാണ് എല്ലായിടത്തും സന്മാർഗത്തിൻ്റെ പ്രകാശിച്ചത്. സന്മാർഗത്തിൻ്റെ ഒളിവുകൾ എല്ലായിടത്തും എത്തിയത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന സൂര്യനിൽ നിന്നാണ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ ഹബീബിക്കൽ അഅ്ളം വഅലാ ആലിഹി മാദാമൽ മലവാൻ. നമ്മളെപ്പോഴും പറയാറുള്ള, അർത്ഥം പറയാറുള്ള വാക്കാണ്. അല്ലദീ മിൻ അസ്വാജിഹി ജുവൈരിയത്തു ബിൻതുൽ ഹാരിസി സുബിയത്ത് ഫി ഗസ്വത്തി ബനിൽ മുസ്തലിഖ് വഖുതില ഫീഹാ സൗജുഹ ഇബ്നു സഫ്വാൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽപ്പെട്ട ആൾ തന്നെയാണ് ജുവൈരിയത്തു ബിൻതുൽ ഹാരിസ്. ഹാരിസിൻ്റെ മകളായ ജുവൈരിയ റളിയല്ലാഹു അൻഹ. അവരെങ്ങനെയാണ് തിരുനബിയുടെ ഭാര്യമാരെ ലിസ്റ്റിൽ വരുന്നത്?
സുബിയത്ത് ഫി ഗസ്വത്തി ബനിൽ മുസ്തലിഖി. ബനിൽ മുസ്തലിഖ് യുദ്ധം, ബനിൽ മുസ്തലിഖ് ഗോത്രക്കാരുമായി യുദ്ധം നടത്തിയ ആ സംഭവം ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പങ്കെടുത്ത യുദ്ധമാണ്, കൂടെ പോയ യുദ്ധയാത്രയാണ്. അന്ന് ആ യുദ്ധത്തിൽ വെച്ച് ജുവൈരിയ ബിന്തുൽ ഹാരിസ് എന്നവരെ ബന്ദിയായി പിടിക്കപ്പെട്ടു. ശത്രുക്കളുടെ കൂട്ടത്തിലാണ് ജുവൈരിയ റളിയല്ലാഹു അൻഹ അന്നുള്ളത്. അതിന് ശത്രുക്കളുടെ കൂട്ടത്തിൽ നിന്ന് സ്വഹാബത്ത് ബന്ദിയായി പിടിച്ചു ജുവൈരിയയെ. വഖുതില ഫിയാ സൗജുഹ ഇബ്നു സഫ്വാൻ. അന്ന് ശത്രുക്കളുടെ കൂട്ടത്തിലുള്ള ആളാണ് ജുവൈരിയയുടെ ഭർത്താവ്, അമുസ്ലിമാണ്. അന്ന് ആ ശത്രുക്കളെ കൂട്ടത്തിലായതുകൊണ്ട് സ്വഹാബത്ത് ജുവൈരിയയുടെ ഭർത്താവിനെ ഇബ്നു സഫ്വാനെ അന്ന് വധിച്ചു, കൊല ചെയ്യപ്പെട്ടു. വമലകഹ സാബിത്ത്. അങ്ങനെ ജുവൈരിയ റളിയല്ലാഹു അൻഹ ബന്ദിയായി, അടിമ സ്ത്രീയായി പിടിക്കപ്പെട്ടു. അന്ന് ആ ഗനീമത്ത് സ്വത്ത്, യുദ്ധത്തിൽ പിടിക്കപ്പെട്ട സമ്പത്ത് ഓഹരി ചെയ്തപ്പോൾ ആ ഓഹരി സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലാണ് ജുവൈരിയ റളിയല്ലാഹു അൻഹ വന്നുപെട്ടത്. അപ്പോൾ മലക്കഹ സാബിത്തുൻ, സാബിത്ത് റളിയല്ലാഹു അൻഹു ജുവൈരിയയെ കൈവശപ്പെടുത്തി. അങ്ങനെ ഫകാതബതുഹു, ജുവൈരിയ റളിയല്ലാഹു അൻഹക്ക് തോന്നി ജുവൈരിയ റളിയല്ലാഹു അൻഹ വലിയ മേധാവിയാണ്, അവരുടെ ഗോത്രത്തിൽ വലിയ മേധാവിയാണ് ജുവൈരിയ റളിയല്ലാഹു, സയ്യിദത്താണ്, ചില്ലറക്കാരിയല്ല, വലിയ സുന്ദരിയുമാണ്. മാത്രമല്ല അവരുടെ ഗോത്രത്തിൽ നല്ല തലയെടുപ്പുള്ള ആളാണ്. അപ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാരായ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ ജുവൈരിയ റളിയല്ലാഹു അൻഹ നിൽക്കുക എന്ന് പറയുന്നത് അത് യോജിച്ചതല്ല. അപ്പോൾ ജുവൈരിയ റളിയല്ലാഹു അൻഹ തന്നെ സാബിത്തിനോട് കരാറ്, മോചനപത്രം ഒപ്പിട്ട് ഇത്ര സംഖ്യ തരാം, എന്നെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ കയ്യിലൊന്നുമില്ല. സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് മോചന പത്രത്തിൽ കരാർ ചെയ്ത് ഒപ്പിട്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വരികയാണ് ജുവൈരിയ റളിയല്ലാഹു അൻഹു. എന്തിനാണ് വരുന്നത്? വസ്തആനതുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മോചന പത്രത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്, കരാർ ചെയ്തിട്ടുണ്ട് സാബിത്തുമായി, എനിക്ക് സാബിത്തിന് കൊടുക്കാനുള്ള സംഖ്യ എൻ്റെ കയ്യിലില്ല, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് റസൂലുള്ളാഹിയെ സമീപിക്കുകയാണ് ജുവൈരിയ റളിയല്ലാഹു അൻഹു. അപ്പോൾ അത്രത്തോളം ലോലമനസ്കരാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ശത്രുക്കൾ പോലും മനസ്സിലാക്കിയിട്ടുണ്ട് മുത്തുനബിയുടെ സൽസ്വഭാവത്തെക്കുറിച്ച്. അതാണല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം ശത്രുപക്ഷത്താണ് മുഹമ്മദ് നബിയും മുസ്ലിങ്ങളും ഉള്ളത്. എന്നിട്ട് ആ മുഹമ്മദ് നബിയോടാണ് തിരിച്ചു കൊടുക്കാനുള്ള കാശ് ആവശ്യപ്പെടുന്നത്, തൻ്റെ കുടുംബത്തോടല്ല. ഫഅദ്ദ അൻഹ, അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജുവൈരിയക്ക് കൊടുക്കാനുള്ള കാശ് റസൂലുള്ളാഹി കൊടുത്തു, തുക. തസവ്വജഹ ബിഹനാൻ. അങ്ങനെ ജുവൈരിയ റളിയല്ലാഹു അൻഹ മോചിതയായി. ജുവൈരിയ റളിയല്ലാഹു അൻഹയോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച സൽസ്വഭാവം, അത് കാരണത്താൽ ജുവൈരിയ റളിയല്ലാഹു അൻഹ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടു. ജുവൈരിയ മുസ്ലിമായി, ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി. അന്നേരം അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജുവൈരിയെ ബഹുമാനിച്ചുകൊണ്ട്, ജുവൈരിയെ ആദരിച്ചുകൊണ്ട് ജുവൈരിയെ വിവാഹം ചെയ്യുകയാണ് ചെയ്തത്. വതസവ്വജഹ, ജുവൈരിയയെ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു. ബിഹനാൻ, അവിടുത്തെ ലോലമായ മനസ്സിൻ്റെ കാരണത്താൽ. ലികൗനിയ ബിൻത സയ്യിദി ഖൗമിഹ, എന്താണ് കാരണം? ജുവൈരിയ റളിയല്ലാഹു അൻഹ തൻ്റെ ഗോത്രത്തിലെ നേതാവിൻ്റെ മകളാണ്, രാജ്ഞിയാണ്. ദാത്ത ബഹാഇൻ, സുന്ദരിയുമാണ്. ഫലാ യലീഖു അൻ തകൂന തഹത ഗൈരിഹി മിനസ് സുഹ്ബാൻ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാത്ത വേറെ ഒരാളും ജുവൈരിയ റളിയല്ലാഹു അൻഹ ഭർത്താവാകാൻ പറ്റില്ല. അത് തീരെ യോജിക്കില്ല, പൊരുത്തപ്പെട്ടു പോകുകയില്ല. അതുകൊണ്ട് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജുവൈരിയ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. ഫഅതഖൽ മുസ്ലിമൂന, അങ്ങനെ ജുവൈരിയ റളിയല്ലാഹു അൻഹ വലിയ ബറക്കത്തായി പോയി. കാരണം എന്താ?
ബനിൽ മുസ്തലക്കിൽ പെട്ട ആളാണ് ജുവൈരിയ റളിയല്ലാഹു അൻഹ. അവരിൽപ്പെട്ട പല ബന്ദികളും മുസ്ലിങ്ങളെ കൂടെ ഉണ്ട്. മുസ്ലിങ്ങൾ ബന്ദിയായി പിടിച്ചിട്ടുണ്ട്, അടിമയായി വെച്ചിട്ടുണ്ട്. അങ്ങനെ ബനുൽ മുസ്തലക്കിൽപ്പെട്ട ജുവൈരിയ റളിയല്ലാഹു അൻഹയെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെങ്കെട്ട് ബന്ധത്തിലൂടെയുള്ള കുടുംബങ്ങളെയാണ് ഇവർ അടിമയാക്കി വെച്ചിട്ടുള്ളത്. അത് മുസ്ലിങ്ങൾ അറിഞ്ഞപ്പോൾ, റസൂലുള്ളാഹി വിവാഹം ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ, ഭാര്യയാക്കി സ്വീകരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ മുസ്ലിങ്ങളെ കയ്യിലുള്ള എല്ലാ ബന്ദികളെയും എല്ലാ അടിമകളെയും മുസ്ലിങ്ങൾ മോചിപ്പിച്ചു. ഫഅഅതഖൽ മുസ്ലിമൂന, മുസ്ലിങ്ങൾ മോചിപ്പിക്കുകയുണ്ടായി. ജമീഅ സബായ, എല്ലാ ബന്ദികളെയും മോചിപ്പിച്ചു, അടിമകളെ മോചിപ്പിച്ചു. റസൂലുള്ളാഹിനോട് ബഹുമാനിച്ചിട്ട് ഇക്റാമൻ ലിസ്വഹരി, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വൈവാഹിക ബന്ധത്തെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ഫകാനത്ത് ദാത ഐമാൻ, അങ്ങനെ ജുവൈരിയ റളിയല്ലാഹു അൻഹ വലിയ ബറക്കത്തുള്ള ആളായി. ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെ ബർക്കത്താണത്. കുറേ ആളുകൾ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഉറുവിയ മാത്രമല്ല, അപ്പോൾ ബനിൽ മുസ്തലക്കിൽപ്പെട്ട കുറേ ആളുകളെ മോചിപ്പിച്ചു. ആ മോചിപ്പിച്ചത് കൊണ്ട് വലിയ ഉപകാരമുണ്ടായിട്ടുണ്ട്. എന്താ? ഉറുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അന്നഹു അസ്ലമ അബൂഹ വനാസുൻ മിനൽ ഖൗം. ബനിൽ മുസ്തലക്കിൽപ്പെട്ട കുറേ ആളുകളും ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെ ഉപ്പയും വാഹവാൻ, ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെ 2 സഹോദരന്മാർ, അവരൊക്കെ മുസ്ലിമായി ഇസ്ലാം സ്വീകരിച്ചു എന്ന് റിപ്പോർട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ, അവർ തിരിച്ച് അവരെ അയച്ചെങ്കിലും അത് ഉപകാരപ്പെട്ടു. അവരെല്ലാം യഥാർത്ഥ മതത്തിലേക്ക് അവർ വരികയുണ്ടായി. ഫറൈഹാനത്തു ബിന്തു ശംഊനൽ യഹൂദി ഖുതില സൗജുഹാ വസുബിയത്ത് ഫഅതഖഹാ വതസവ്വജഹാ ബഅദൽ ഈമാൻ വഫീഹി തർഗീബുൽ യഹൂദി ഫിൽ ഇസ്ലാം. അടുത്ത ഭാര്യയായി വരുന്നത് റൈഹാന റളിയല്ലാഹു അൻഹയാണ്. റൈഹാനത്ത് റളിയല്ലാഹു അൻഹ ബിന്തു ശംഊനൽ യഹൂദി, ജൂതനായ ശംഊനിൻ്റെ മകളാണ് റൈഹാനത്ത്. എന്താ റൈഹാനെ വിവാഹം ചെയ്യാൻ കാരണം? ഖുതില സൗജുഹ, ആ പശ്ചാത്തലം റൈഹാനയുടെ ഭർത്താവ് വധിക്കപ്പെട്ടു യുദ്ധത്തിൽ. സുബിയത്ത്, റൈഹാനയെ ബന്ദിയായി അടിമയായി പിടിക്കപ്പെട്ടു. ഫഅതഖഹാ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൈഹാനയെ മോചിപ്പിച്ചു. വതസവ്വജഹാ, റൈഹാനയെ വിവാഹം ചെയ്യുകയും ചെയ്തു. ബഅദൽ ഈമാൻ, റൈഹാന ദീനുൽ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ. എന്താ അതിനുള്ള യുക്തി? വഫീഹി തർഗീബുൽ യഹൂദി, ജൂതന്മാരെ ഫിൽ ഇസ്ലാം, ജൂതന്മാരെ ഇസ്ലാമിലേക്ക് വരാൻ ആകർഷിപ്പിക്കലാണ്, ജൂതന്മാരെ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിക്കലാണ് അതിലുള്ളൊരു യുക്തി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാരുമായി വൈവാഹിക ബന്ധം സ്ഥാപിക്കുമ്പോൾ അവർ അതുവഴി മുത്തനബിയെ സ്വീകരിക്കാനും ദീനുൽ ഇസ്ലാമിലേക്ക് വരാനും സാധ്യതയുണ്ട് എന്നുള്ള നിലക്കാണ് അവരുമായി ബന്ധം സ്ഥാപിച്ചത്. വതൂഫിയത്ത്, റൈഹാന റളിയല്ലാഹു അൻഹ വഫാത്തായി. മർജിഅഹു മിൻ ഹജ്ജത്തുൽ വദാഇ, റസൂലുള്ളാഹിയുടെ ഹജ്ജത്തുൽ വദാഇ, മദീനയിലേക്ക് പോയതിന് ശേഷമുള്ള ഹജ്ജ്, ഒരൊറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ മദീനയിലേക്ക് പോയതിന് ശേഷം. ആ ഹജ്ജത്തുൽ വദാഇൽ നിന്ന് മടങ്ങുന്ന സന്ദർഭത്തിൽ വഫാത്തായി റൈഹാന റളിയല്ലാഹു അൻഹ. വഹിയ റസാൻ, റൈഹാന റളിയല്ലാഹു അൻഹ ഗാംഭീര്യമുള്ള ആളായിരുന്നു, ബഹുമാനമുള്ള ആളായിരുന്നു. അവർ വഫാത്തായി ഹജ്ജത്തുൽ വദാഇന്ന് മടങ്ങുന്ന സന്ദർഭം. ഫറംലത്തു ഉമ്മു ഹബീബത അബൂ അബ്നു ഹർബിൻ അബൂ സുഫിയാൻ ഹാജറത്ത് മഅ സൗജിഹാ ഇലൽ ഹബശ. പിന്നെ റംല റളിയല്ലാഹു അൻഹയാണ് അടുത്ത ഭാര്യ. ഉമ്മു ഹബീബ എന്നും അവർക്ക് പേരുണ്ട്. ഉമ്മു ഹബീബ തന്നെയാണ് റംല എന്ന് പറയുന്നവർ. റംല റളിയല്ലാഹു അൻഹ അബൂഹാ ഇബ്നു ഹർബിൻ അബൂ സുഫിയാൻ. ആരാണ് റംല റളിയല്ലാഹു അൻഹ? അത് അബൂ സുഫിയാൻ ഇബ്നു ഹർബ്. ആദ്യകാലത്തൊന്നും ഇസ്ലാമിലേക്ക് വരാൻ
അവസരം കിട്ടാതെ അവസാനം മക്കം ഫത്തഹിൻ്റെ അന്ന് മുസ്ലിമായ ആളാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. ആ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ് റംല റളിയല്ലാഹു അൻഹ. ഹാജറത്തുമായ സൗജിഹ ഇലൽ ഹബശ. റംല റളിയല്ലാഹു അൻഹ ഉപ്പയായ അബൂ സുഫിയാൻ്റെ എത്രയോ മുമ്പ് ഇസ്ലാം സ്വീകരിച്ച ആളാണ് റംലയും. റംല റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ്. അവർ രണ്ടുപേരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ്, മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ എത്യോപ്യയിലേക്ക് ഹിജ്റ പോയവരിൽപ്പെട്ട ആളാണ്. തൻ്റെ ഭർത്താവിൻ്റെ കൂടെ എത്യോപ്യയിലേക്ക് ഹിജ്റ പോയി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഫർത്തദ്ദ. ഭർത്താവ് എത്യോപ്യയിലെത്തിയപ്പോൾ, അതുവരെ മുസ്ലിമായിരുന്നു, എത്യോപ്യയിലെത്തിയപ്പോൾ ഭർത്താവ് ഇസ്ലാമിനെ ഒഴിവാക്കി. അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. വമാത്ത ബിഹാൻ വഹുവ നസ്രാൻ. നസ്രാനിയായാണ്, ക്രിസ്ത്യാനിയായിട്ടാണ്, ക്രിസ്തുമതം സ്വീകരിച്ചു കൊണ്ടാണ് ഭർത്താവ് മരിക്കുന്നത്. പക്ഷേ തൻ്റെ ഭർത്താവ് ക്രിസ്ത്യാനിയായി മരിച്ചെങ്കിലും ഇസ്ലാമിൽ നിന്ന് രാജിവെച്ച് മരിച്ചെങ്കിലും അന്നേരവും റംലത്ത് റളിയല്ലാഹു അൻഹ ഇസ്ലാമിനെ ഒഴിവാക്കിയില്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയില്ല, രാജിവെച്ചില്ല. അവർ ഇസ്ലാമിൽ ഉറച്ചു നിന്നു. അപ്പോൾ ആ വലിയ ഒരു സംഭവമാണ് റംല റളിയല്ലാഹു അൻഹ ചെയ്തത്. അതുകൊണ്ട് അതിന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പരിഗണന നൽകി. അങ്ങനെയാണ് അതിനോട് കാണിച്ചൊരു ആദരവും പരിഗണനയുമാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം റംല ബീവിയെ വിവാഹം ചെയ്തത്. ഫഫീ നിക്കാഹിയ. പരിഗണിക്കേണ്ടവരെ പരിഗണിക്കേണ്ടതിനെ പരിഗണിക്കുക തന്നെ വേണം, അത് അർഹിക്കുന്ന വിധത്തിൽ പരിഗണിക്കണം. അപ്പോൾ ഫഫീ നിക്കാഹിയ, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഏത് ഭാര്യയും പതറിപ്പോകുന്ന സന്ദർഭമാണ്. ഭർത്താവ് ഇസ്ലാം രാജിവെച്ചു. അപ്പോൾ ഭാര്യ കുടുംബം ഒഴിവാക്കി എത്യോപ്യയിലാണ് ഉള്ളത്, ആരുമില്ല കൂടെ, ഉള്ളത് ഭർത്താവ്. ആ ഭർത്താവും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. അന്നേരം ഭർത്താവിൻ്റെ കൂടെ കൂടാതെ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞത് അതൊരു പരിഗണന നൽകേണ്ട വിഷയമാണ്. അത് അള്ളാഹു തആല അതിന് പരിഗണന നൽകി. ഫഫീ നിക്കാഹിയ, റംല റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തതിലുള്ളത് ഇക്റാമുഹ, അവരെ ബഹുമാനിച്ചതാണ്. ലി സബാത്തിഹ അലദ്ദീനി വൽ ഇഹ്സാൻ, ദീനുൽ ഇസ്ലാമിലും നന്മയുടെ ഭാഗത്തും ഉറച്ചു നിന്ന കാരണത്താൽ അവരെ ബഹുമാനിച്ചു. ആ ബഹുമാനമാണ്, ആദരവാണ് അവരെ വിവാഹം ചെയ്തതിലുള്ളത്. ഫസഫിയ്യത്തു ബിന്തു ഹുയയ്യിൻ ഇസ്രാഈലിയ്യത്തുൻ നദീരിയ്യത്തുൻ മിൻ സുബ്തി ഹാറൂൻ ഇബ്നു ഇമ്രാൻ. അടുത്തത് സഫിയ്യ റളിയല്ലാഹു അൻഹ ബിന്തു ഹുയയ്യിൻ. ഹുയയ്യിൻ്റെ മകളാണ് സഫിയ്യ റളിയല്ലാഹു അൻഹ. അവർ ഖുറൈശിയല്ല, മറിച്ച് ഇസ്രാഈലിയ്യത്തുൻ, ബനു ഇസ്രായേൽ കബീലിൽപ്പെട്ട ആളാണ്. നദീരിയ്യത്തുൻ മിൻ സുബ്തി ഹാറൂൻ ഇബ്നു ഇമ്രാൻ. നദീരിയ, ബനു നദീർ കബീലിൽപ്പെട്ട ആളാണ്. ബനു നദീർ മദീനയിലുള്ള ജൂതന്മാരെ കബീലയാണ് ബനു നദീർ. ആ ബനു നദീർ കബീലിൽപ്പെട്ട ആളാണ് മിൻ സുബ്തി ഹാറൂൻ ഇബ്നു ഇമ്രാൻ. ഹാറൂൻ ഇബ്നു ഇമ്രാൻ അലൈഹിസ്സലാമിൻ്റെ കുടുംബത്ത്, ആ പരമ്പരയിൽ വരുന്ന ആളാണ് ആര്? ഹുയയ്യ്. ആ ഹുയയ്യിൻ്റെ മകളാണ് സഫിയ്യ റളിയല്ലാഹു അൻഹ. എന്താണ് അവരെ വിവാഹം ചെയ്യാനുള്ള പശ്ചാത്തലം? സുബിയത്ത് ഫി ഖൈബറ. ഖൈബർ യുദ്ധത്തിലാണ് സഫിയ്യ റളിയല്ലാഹു അൻഹ ബന്ദിയായി പിടിക്കപ്പെടുന്നത്. ഫാസ്ലമത്ത്. അങ്ങനെ അവർ മുസ്ലിമായി. സഫിയ്യ റളിയല്ലാഹു അൻഹ ഇസ്ലാം സ്വീകരിച്ചു. ഫഅതഖഹ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ്യ ബീവിയെ മോചനം നൽകി, അവരെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചു. വതസവ്വജഹ, അവരെ വിവാഹം ചെയ്തു. വഖദ് തഅഖബ അലൈഹ റജുലാൻ. റസൂലുള്ളാഹി വിവാഹം ചെയ്യുന്നതിന് മുമ്പ് 2 ഭർത്താക്കന്മാർ, ഒരു ഭർത്താവ്, ആദ്യ ഭർത്താവിന് വിവാഹിതയായി, ആ ഭർത്താവ് മരണപ്പെട്ട ശേഷം ഒഴിവാക്കിയ ശേഷം മറ്റൊരു ഭർത്താവ് വിവാഹം ചെയ്തു. ഇങ്ങനെ 2 ഭർത്താക്കന്മാർ റസൂലുള്ളാഹിയുടെ മുമ്പ് സഫിയ്യ ബീവിയെ വിവാഹം ചെയ്തിട്ടുണ്ട്. വക്കാനത്ത് ബഹിയ്യത്തൻ,
അവരും സഫിയ ബീബി റളിയല്ലാഹു അൻഹയും സുന്ദരിയായിരുന്നു. സയ്യിദത്തെ ഖുറൈളത വൻ നദീർ, ബനു ഖുറൈളയിലെയും ബനിൻ നദീറിലെയും രണ്ടു കൂട്ടരുടെയും മേധാവിയായിരുന്നു സഫിയ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് ഓരോ മനുഷ്യർക്കുള്ള സ്ഥാനം അത് വകവെച്ച് കൊടുക്കണം. മുമ്പ് അവരുടെ ഗോത്രങ്ങളിൽ ബനു നദീർ, ബനു ഖുറൈള ഗോത്രത്തിലൊക്കെ ഉള്ള മേധാവിയായി ജീവിച്ച, രാജ്ഞിയായി ജീവിച്ച ആളാവുമ്പോൾ അങ്ങനത്തെ ഒരാളെ സാധാരണക്കാരെ കൂടെ നിർത്തിക്കൂടാ. അപ്പോൾ ഫലൗലാഹു, അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ ബീവിയുടെ ഭർത്താവ് ആയിരുന്നില്ലെങ്കിൽ മാ യസ്ലുഹു ലഹാ ഇൻസാൻ, ഒരു മനുഷ്യനും സഫിയ ബീവിക്ക് ഭർത്താവാകാൻ പറ്റൂല. അതുകൊണ്ട് ആ ഒരു നിലവാരം, കുലീനത നിലവാരം അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിക്കുകയാണ് ചെയ്തത്. ഫമൈമൂനത്തു ബിൻതുൽ ഹാരിസി, ഇതാണ് അവസാനത്തെ ഭാര്യയായി പറയപ്പെടുന്നത്, മൈമൂന ബീബി റളിയല്ലാഹു അൻഹ. ഫമൈമൂനത്തു ബിൻതുൽ ഹാരിസി, അവസാനത്തെ ഭാര്യ ഹാരിസിൻ്റെ മകളായ മൈമൂന റളിയല്ലാഹു അൻഹ, ഉഖ്തു സൗജത്തി അമ്മിഹിൽ അബ്ബാസ്. ആരാണവർ? റസൂലുള്ളാഹിയുടെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ സഹോദരിയാണ് മൈമൂന റളിയല്ലാഹു അൻഹ. മൈമൂന റളിയല്ലാഹു അൻഹ തഅയ്യമത്ത്, അവരുടെ ഭർത്താവ് വഫാത്തായി. മൈമൂന ബീബി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് വഫാത്തായി. അന്നേരം അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹോദരിയുടെ ഭർത്താവാണല്ലോ. അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നബി തങ്ങളോട്, മൈമൂന ബീബിയുടെ സഹോദരിയുടെ ഭർത്താവാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു മുത്തുനബിനോട്, നിങ്ങൾ മൈമൂനയെ വിവാഹം ചെയ്തോളൂ, മൈമൂനയുടെ ഭർത്താവ് മരിച്ചല്ലോ, അപ്പോൾ മൈമൂനയെ വിവാഹം ചെയ്താൽ തിരക്കേടില്ലാന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ചു. അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം സ്വീകരിച്ചു. ഫഹസ്സഹു അമ്മുഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രേരിപ്പിച്ചു മുത്തുനബിയോട് മൈമൂന ബീവിയെ വിവാഹം ചെയ്യാൻ. അലാ നിക്കാഹിയ ഫക്കാൻ, അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് റസൂലുള്ളാഹി സ്വീകരിച്ചു. അതാണ് ഉണ്ടായത്. വഹിയ മൈമൂന റളിയല്ലാഹു അൻഹ ആഖിറു മൻ തുവഫിയത് മിനൽ അസ്വാജിൽ ഹിസാൻ, മഹത്തുക്കളായ തിരുപത്നിമാരിൽ നിന്ന് അവസാനം വഫാത്തായ ആളാണ് മൈമൂന റളിയല്ലാഹു അൻഹ. അവസാനം തിരുനബിയുടെ ഭാര്യമാരിൽ അവസാനം വന്ന ആളുമാണ്, അവസാനം വഫാത്തായ ആളുമാണ്. അപ്പോൾ തൂഫിയാൻ തിസ്ഈൻ, റസൂലുള്ളാഹി വഫാത്താകുന്ന സമയത്ത് 9 ഭാര്യമാരുണ്ട് റസൂലുള്ളാഹിക്ക്. 9 ഭാര്യമാർ നിലവിലുണ്ട് മുത്തുനബി വഫാത്താകുന്ന സമയത്ത്. റളിയല്ലാഹു തആല അൻഹുന്ന വഫാദു അലൈനാ മിൻ അൽത്വാഫിഹിന്ന വൽ ഐമാൻ. അല്ലാഹു തആലയുടെ പൊരുത്തം അവർക്കൊക്കെ ഉണ്ടാവട്ടെ. നമ്മൾ ദുആ ചെയ്തില്ലെങ്കിലും അള്ളാഹിൻ്റെ പൊരുത്തം അവർക്കുണ്ട്. പിന്നെ പൊരുത്തം അവർക്ക് ഉണ്ടാവട്ടെ എന്ന് പറയുന്നത് അത് നാം അവരോട് കാണിക്കുന്നൊരു ആദരവാണ്, ആദരവിൻ്റെ ദുആ ആണ്. മൊയ്‌ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചൊക്കെ നമ്മൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പറയും. അള്ളാഹു അവരുടെ ആത്മാവിനെ വിശുദ്ധി നൽകട്ടെ. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ എപ്പോഴോ അവരുടെ ആത്മാവൊക്കെ മുഖദ്ദസായി പോയിട്ടുണ്ട്, വിശുദ്ധമായി പോയിട്ടുണ്ട്. പക്ഷെ നാം അവരോട് കാണിക്കുന്നൊരു ബഹുമാനാണ്. റളിയല്ലാഹു അൻഹുന്ന, അള്ളാഹിൻ്റെ പൊരുത്തം അവർക്ക് ഉണ്ടാവട്ടെ. മുത്തുനബി പൊരുത്തപ്പെട്ട ആളുകളല്ലേ, പിന്നെ അള്ളാഹു പൊരുത്തപ്പെടാതിരിക്കുവോ? വഫാദ അലൈനാ മിൻ അൽത്വാഫിഹിന്ന വൽ ഐമാൻ, അവരുടെ എല്ലാവരുടെയും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളാണ് ഈ പറയപ്പെട്ടവർ. അവരുടെ എല്ലാവരുടെയും പൊരുത്തങ്ങളും അവരുടെ എല്ലാവരുടെയും ബറക്കത്തും നമുക്ക് അള്ളാഹു ചൊരിച്ചു തരട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ.